സജീവമാകാൻ പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ. പെരുമ്പാവൂരിൽ അനുകൂല സാഹചര്യമാണെന്നും എൽദോസ് കുന്നപ്പള്ളി തന്റെ സുഹൃത്താണെന്നും മനോജ് മൂത്തേടൻ പറഞ്ഞു. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് പെരുമ്പാവൂർ നത്തേക്കാട്ട് ആർക്കേഡിൽ നടന്ന നമസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോഴാണ് മനോജ് മൂത്തേടൻ ഈ കാര്യം അറിയിച്ചത്. പെരുമ്പാവൂരിലെ ജനങ്ങൾ തരുന്ന പിന്തുണ വളരെ വലുതാണെന്നും MLA എൽദോസ് കുന്നപ്പള്ളി തന്റെ ഉറ്റ സുഹൃത്താണെന്നും മനോജ് പറഞ്ഞു. വളരെ കാര്യക്ഷമമായി ഇടപെടുന്ന ഒരാളാണ്. MLAയുടെ പരിപൂർണമായ പിന്തുണയോടുകൂടി വലിയ വിജയം UDFിനോട് നേടാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ നടത്തിയ വികസനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പറയുന്നു. ഓരോ വീട്ടുകാരായിട്ട് തനിക്ക് ബന്ധമുണ്ടെന്നൊക്കെ MLA പറയുന്നുണ്ട്. അപ്പോൾ ആ ബന്ധങ്ങൾ നമുക്കും പ്രയോജനപ്പെടും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും MLAയുടെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം അടിയുറച്ച പിന്തുണയുമായി കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോഴും വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ജില്ലാ പഞ്ചായത്ത് മെമ്പറായപ്പോഴും പ്രസിഡന്റ് ആയിരുന്നപ്പോഴും MLAയോട് തോളോട് ചേർന്ന് വികസന പ്രവർത്തനത്തിന് പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ പരിപൂർണമായി പിന്തുണ നൽകി നേതൃത്വമായി നിന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് എൽദോസ്. ഞങ്ങൾ ഒരുമിച്ചാണ് KSU പ്രവർത്തനം ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസിലാണെങ്കിലും KSUവിലാണെങ്കിലും പാർട്ടി തലത്തിലാണെങ്കിലും ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് വളരെ സഹോദരതുല്യമായി സഹപ്രവർത്തകരായി ഒരുമിച്ച് മുന്നോട്ട് പോയ ആളുകളാണ്. എൽദോസ് കുന്നപ്പള്ളി MLAയുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകുക, എല്ലാ നേതൃത്വത്തിൻ്റെയും പരിപൂർണമായ പിന്തുണയോടുകൂടി വലിയ വിജയം UDFിന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം കാണാൻ പറ്റുമോ, ഫോണിൽ വിളിക്കാൻ പറ്റുമോ? കിട്ടിയില്ല. ഇന്നലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് തന്നെയാണ് ഞാൻ ചെന്നത്. പക്ഷേ ഞാൻ ചെല്ലുന്ന കാര്യം ദിവസം അറിഞ്ഞില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതുകൊണ്ടാണ്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് ഒരു 6-7 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ സമയം കൊണ്ട് തന്നെ അഭൂതപൂർവ്വമായിട്ടുള്ള പിന്തുണയാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ പെരുമ്പാവൂരിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ളതിൽ എനിക്ക് ലഭ്യമായിട്ടുള്ളത്. വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന ഒരാളെന്നുള്ള നിലയിൽ പാർട്ടി നൽകിയിട്ടുള്ള ഒരു വലിയ അംഗീകാരമാണ് ഈ നിയമസഭാ സ്ഥാനാർത്ഥിത്വം. എനിക്ക് ഒരുപാട് ചുമതലകൾ പാർട്ടി പല ഘട്ടങ്ങളിലായി സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വളരെ സുതാര്യമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളുടെ ഒരു ഫലപ്രാപ്തി കൂടിയാണ് ഈ നിയമസഭാ സ്ഥാനാർത്ഥി. സ്വതന്ത്രമായി മത്സരിക്കുമെന്നൊക്കെ ഒന്നുമില്ല. ഞാൻ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുതിർന്ന നേതാക്കന്മാരെ കാണുമ്പോൾ എല്ലാവരും ഉണ്ട് നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടി. അപ്പോൾ ഇന്ന് തന്നെ നേതൃത്വങ്ങളൊക്കെ കൂടി പരിപാടികൾ ഷെഡ്യൂൾ ചെയ്ത് ഇനി 19 ദിവസമേ ഉള്ളൂ. 19 ദിവസക്കാലം കൊണ്ട് വളരെ വേഗത്തിൽ ഓടി ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ എറണാകുളം ജില്ല ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ പെരുമ്പാവൂർ. മറ്റൊരു പ്രത്യേകത, LDFിന്റെ സ്ഥാനാർത്ഥി മുൻ കോൺഗ്രസ്സുകാരൻ, NDA സ്ഥാനാർത്ഥി മുൻ കോൺഗ്രസ്സുകാരൻ. അപ്പോൾ മൊത്തം കോൺഗ്രസുമായാണോ? ഇത് കോൺഗ്രസിന്റെ ഒരു കോട്ടയാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ കോട്ടയായതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്. സ്വാഭാവികമായി ഞാൻ സ്ഥാനാർത്ഥികളുടെ ഡീമെറിറ്റിലേക്കൊന്നും പോകുന്നില്ല. സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പാർട്ടി മാറിപ്പോകുന്ന ആളുകളെ ജനം വിലയിരുത്തും. നാട്ടിലെ ജനങ്ങളെന്ന് പറയുന്ന വലിയ പ്രബുദ്ധരാണ്. ഏത് കാര്യത്തെക്കുറിച്ച് ഒരു ബോധ്യമുണ്ട്. ഇപ്പം നമ്മുടെ സ്ഥാനാർത്ഥി തന്നെ ഒരു ബോർഡോ പോസ്റ്ററോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ആളുകൾ എവിടെ ചെന്നാലും തിരിച്ചറിയുന്നതുകൊണ്ടാണ്. ആളുകളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാറി അപ്പുറത്ത് പോയി ഒരു സ്ഥാനം വാങ്ങാൻ വേണ്ടി പോയ ആളുകളെയൊക്കെ ജനം മനസ്സിലാക്കും. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണെന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാരൻ അപ്പുറത്ത് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകൾ തന്നെ സ്പ്ലിറ്റ്. ഒരിക്കലുമില്ല. അങ്ങനെ സ്ഥാനത്തിന് വേണ്ടി അപ്പുറത്ത് പോകുന്ന ആളുകളെ ജനം തിരിച്ചറിയും. സ്വാഭാവികമായും ജനം തിരിച്ചറിഞ്ഞ് അവരെല്ലാം ഒറ്റപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തിൽ UDFിനെ വിജയിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.